വാർത്തയിലേക്ക് പോകുന്നു. ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. സജി നന്ദ്യാട്ട്, അനിൽ തോമസ്, ശശി അയ്യഞ്ചിറ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഫിലിം ചേംബറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രധാനമാണ്. നമ്മൾ കണ്ടതാണ് നിർമ്മാതാക്കളുടെ സംഘടനയിലും ഒപ്പം താരസംഘടനയിലെയും തെരഞ്ഞെടുപ്പ് മത്സരവും അതുണ്ടാക്കിയ വിവാദങ്ങളും. ഫിലിം ചേംബറിലേക്ക് വരുമ്പോൾ എന്താണ് സാഹചര്യം? നേരത്തെ നിർമ്മാതാക്കളുടെ സംഘടനയിലെ വിവാദത്തിന് തുടർച്ചയായിട്ടൊക്കെ സജി നന്ദ്യാട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതുമാണ്. എന്താണ് നടക്കുന്ന നീക്കങ്ങൾ? എന്താണ് അതിൻ്റെ രാഷ്ട്രീയം? സജിത്ത്, സിനിമാ മേഖലയിൽ നിന്നുള്ള ആവേശകരമായിട്ടുള്ള മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് ഫിലിം ചേംബറിൻ്റേത്. അതിൽ ഇന്ന് പത്രികയുടെ സൂക്ഷ്മ പരിശോധനയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മത്സരിച്ച് തോൽവിയിൽ നിന്നും സജി നന്ദ്യാട്ടും അതോടൊപ്പം തന്നെ സാന്ദ്ര തോമസും ഇന്ന് ചേംബറിലേക്ക് മത്സരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സജി നന്ദ്യാട്ട് നേരത്തെ ചേംബറിൽ നിന്നും രാജിവെച്ചിരുന്നു. ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും സജി നന്ദ്യാട്ട് ചില തിരുമറികൾ കാണിച്ചു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 27-നാണ് ഫിലിം ചേംബർ തിരഞ്ഞെടുപ്പ്. ഇന്ന് വൈകിട്ടോടുകൂടി പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരാണ് മത്സരിക്കുന്നത്. അത് സജി നന്ദ്യാട്ട്, അനിൽ തോമസ്, ശശി അയ്യഞ്ചിറ. ഇതിൽ അനിൽ തോമസിനെതിരെയാണ് സജി നന്ദ്യാട്ട് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയും പിന്നീട് പത്രസമ്മേളനം അടക്കം നടത്തുകയും ഒക്കെ ചെയ്തത്. അനിൽ തോമസ് ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. സാന്ദ്ര തോമസ് സെക്രട്ടറി സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കുമാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. മമ്മി സെഞ്ചുറിയാണ് സാന്ദ്രയുടെ എതിർ സ്ഥാനാർത്ഥിയായി സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സോണി തോമസ് എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫിലിം ചേംബറിലെ നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സോണി തോമസ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇനി എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത് സജി നന്ദ്യാട്ടിന്റെയും സാന്ദ്ര തോമസിന്റെയും പത്രികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, അവർ മത്സരിക്കുമോ, മത്സരിച്ചാൽ വിജയിക്കുമോ എന്നതാണ്. 27-ാം തീയതിയാണ് ഫിലിം ചേംബറിന്റെ തിരഞ്ഞെടുപ്പ്. ഇന്ന് വൈകിട്ടോടുകൂടി ആരുടെയെങ്കിലും ഒക്കെ പത്രിക തള്ളുമോ എന്നതിലും ഒക്കെ നമുക്ക് അന്ത്യമായിട്ടുള്ള ഒരു കാര്യം അറിയാൻ സാധിക്കും. സജിത്ത്, അതാണ് ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയാവും ഫിലിം ചേംബറിനെ നയിക്കുക.